ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ച് ഒരു തീയലുണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ചക്കക്കുരു എല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങളും അരിഞ്ഞ് പറക്കി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കറി വെക്കുമ്പോൾ അതെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിൽ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം നമുക്ക് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്ന് ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങയൊന്ന് വറുത്തെടുത്ത് അതിൻ്റെ കൂടെ ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്ത് എന്നിട്ട് ഒരുവിധം മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ പിന്നെ അതിന് അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ എടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് പിന്നെ സ്വല്പം മല്ലിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കാണും, അത്രയും എടുത്തോളൂ. മല്ലിപ്പൊടി തോനെ എടുത്തിട്ടില്ല, തേങ്ങയൊക്കെ വറുക്കുന്നുണ്ടല്ലോ, വറുത്തിടുന്നത്. പിന്നെ കുറച്ച് ഇറച്ചി മസാലയും കൂടെ എടുത്ത് അതെല്ലാം എടുത്ത് അത് നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ട് ചൂടാറാൻ വെച്ച് അപ്പോഴത്തേക്ക് നമുക്ക് ഇത് എല്ലാം വഴറ്റിയെടുക്കാം, കറിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് തേങ്ങയും കടുവൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടേ. അതിനകത്തോട്ട് സ്വല്പം കരിയാപ്പില കൂടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് നീക്കിയിട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ഒരുവിധം വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അതൊന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ചക്കക്കുരു കഴുകിക്കൊണ്ടുവന്ന് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് അരച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ആറിക്കാണും. അത് നമുക്ക് അരച്ചു കൊണ്ടുവന്ന് അങ്ങ് ഒഴിച്ചു പോയി. അത് കഴിഞ്ഞ് ആ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ വീഡിയോ എടുത്തത് പിന്നെ ഇത് ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കണം. എന്നിട്ട് ഇത് ചൊവ്വിനെ തിളപ്പിച്ച് വേവിച്ച് വെന്ത് പറ്റി വരണം. വെന്ത് പറ്റി എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി. ഇപ്പം ചക്കയൊക്കെ ഉള്ള സീസണല്ലേ, ഇപ്പോഴെല്ലാം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തോളം, ചക്കക്കുരുവൊക്കെ കിട്ടത്തോളം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ഒരു കറിയാണ്. ഓക്കെ, ബൈ.